friends, welcome to Roshni's Vlogs. ഇന്ന് നമ്മൾ കോട്ടയം സ്റ്റൈലിൽ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു മോദക്കറിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഈ മീൻ കല്ലുപ്പൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. പുളിയുടെ ഉറ അനുസരിച്ച് നമുക്ക് പുളിയുടെ കഷ്ണങ്ങൾ എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് മീൻ കല്ലുപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉളുമ്പുമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. വെളുത്തുള്ളി ഇങ്ങനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. മീനിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ അമ്മിക്കല്ലയിൽ മുളക് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. തന്നെയല്ല നമ്മൾ മുളക് ചട്ടിയിലോട്ട് നേരിട്ട് ചേർക്കുമ്പോഴത്തേക്കിനും മുളക് കരിഞ്ഞു പോകുമെന്നൊക്കെ പേടി കാണും. അപ്പം ആ ഒരു പേടി നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മൾ മുളക് കരിഞ്ഞു പോകത്തില്ല. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് മീൻകറി വെക്കാനായിട്ട് തുടങ്ങാം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യം കടുക് പൊട്ടിക്കുന്നില്ല, നമുക്ക് അവസാനം താളിച്ച് ചേർന്നാൽ മതി. ആദ്യം നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഞാൻ കടുക് ചേർക്കാത്തത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണ ചൂടായി കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം എടുക്കും. അപ്പോൾ നമ്മുടെ ചട്ടി പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഏറ്റവും അവസാനം താളിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ്. അപ്പോൾ ആദ്യം ചേർക്കേണ്ടവർക്ക് ആദ്യം കടുക് പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മുളക് ചേർക്കാം. ഈ മുളകൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം മുളക് മൂപ്പിച്ചെടുക്കാൻ. അപ്പം മുളക് മൂത്ത മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മുളക് നന്നായിട്ട് മൂത്ത എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. നമുക്കിനി ഇത് വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മീനിടാം. മീൻ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
ഇടയ്ക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കാം. നല്ല കൊടമ്പുളി ഇട്ട് വെച്ച നല്ല കുറിയ ചാറോടുകൂടി നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് മീൻകറിയൊക്കെ വെക്കുന്ന പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഭർത്താവിനെയും വീട്ടുകാരെയൊക്കെ നമുക്ക് ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.